ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും +2 എക്സാം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണെങ്കിലും ഒന്നും കൂടി ഒന്ന് പഠിച്ച് നല്ലൊരു ഉദ്യോഗം നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ലൈക്ക് ഇപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ +2 എക്സാം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ ഇനി ഒരു കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ നഴ്സിംഗ് എടുക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നഴ്സിംഗ് ഒരു നല്ല ഓപ്ഷൻ ആണോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ഇപ്പോൾ +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഈ ഒരു സ്റ്റേജിലായിരുന്നു. +2 സയൻസ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കുറേ പ്രഷർ, ലൈക്ക് നഴ്സിംഗ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മെൻ്റലി ഞാൻ കുറേ സ്ട്രെസ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് സമയമായിരുന്നു ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലായിരിക്കും ബെറ്റർ കരിയർ ഉണ്ടാവുക, നാളേക്ക് ഒരു നല്ല ലൈക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ ഏതായിരിക്കും എടുക്കേണ്ടത്, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില ഇഷ്ടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇതിന് മൊത്തം കുറേ സ്ട്രെസ്സാണ്. പിന്നെ കുറേ പേരുടെ കയ്യിൽ നിന്ന് നമുക്കറിയാം, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു 100 അഭിപ്രായമായിരിക്കും പല സൈഡിൽ നിന്നും പലരിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മുടെ കരിയറിൻ്റെ കാര്യത്തിലും. ആക്ച്വലി ഞാൻ പറയുന്നത് വളരെ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ കരിയർ ചോയ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കറിയാം, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു എന്താ പറയുക ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നു. ആ ഒരു കരിയറാണ് നമ്മുടെ ലൈഫ് ലോങ് അല്ലേ. ലൈക്ക് നമ്മളിവിടെ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നത് ടൈമിനേക്കാൾ കൂടുതൽ നമ്മൾ ആ ഒരു വർക്ക് സ്പേസിലായിരിക്കും നമ്മുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. സോ അത് നമുക്കൊരു ഹാപ്പി തരുന്ന ഒരു അവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു പ്ലസൻറ്റ് എൻവിറോൺമെൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കണം, ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു റൈറ്റ് ടൈം. ബിക്കോസ് ഇപ്പോൾ +2 എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എക്സാം കഴിഞ്ഞ് അപ്പോൾ തൊട്ട് നിങ്ങളുടെ ഓൾറെഡി ഇപ്പോൾ കുറേ പേരൊക്കെ മെൻ്റലി ഫിക്സ്ഡ് ആയിരിക്കും, ഓക്കെ ഫൈൻ ഞാൻ ഇതിനാണ് പോകുന്നത് എന്നുള്ളത്. എങ്കിലും കുറച്ച് പേരെങ്കിലും ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരുണ്ടാകുമായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഞാൻ പോകേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്. എനിക്കറിയാം കുറച്ച് പേരാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നഴ്സിംഗ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താകും എന്നറിയില്ല, ടെൻഷനുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒത്തിരി ഹൈപ്പ് കൊടുക്കുന്നുണ്ട്, നല്ല ചാൻസാണ്, പുറത്തൊക്കെ നല്ല സാലറിയാണ്, ഇതാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് എന്താ പറയുക നമ്മുടെ കയ്യിൽ പൈസ മുടക്കി പഠിക്കാനുള്ളൊരു ശേഷിയില്ല. സോ നമ്മൾ ലോൺ എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ എനിക്ക് വർത്താകുമോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ ലോൺ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, എൻ്റെ ഫാമിലിയെ നോക്കാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടി അത് നിങ്ങൾക്കും കൂടി അത് എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു. എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ +2 സയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. +2 സയൻസ് എനിക്ക് തോന്നുന്നൊരു +1 ഒക്കെ ആയപ്പോൾ തന്നെ മമ്മിയും പപ്പയും ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് തന്നെ വിടാം എന്നുള്ളത്. പക്ഷെ എന്തോ എനിക്ക് മെൻ്റലി ഒട്ടും ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പായും മമ്മി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പറയില്ല, ഞാൻ നഴ്സിംഗ് എടുക്കില്ല. അപ്പം ഞാനിങ്ങനെ ഓൾട്ടർനേറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നഴ്സിംഗ് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും, മമ്മി അവർ പറഞ്ഞു നഴ്സിംഗ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി ആ സമയത്ത് മമ്മി വേറെ 2 പേരെ എടുത്തുകൊണ്ട് വരും, അവർ നഴ്സിംഗ് നല്ലതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായുടെയും മമ്മിയുടെയും നിർബന്ധത്തിന് വഴങ്ങി തന്നെയാണ് ഞാൻ +2 കഴിഞ്ഞ് നഴ്സിംഗ് കരിയർ തിരഞ്ഞെടുത്തത്. നഴ്സിംഗ് കഴിഞ്ഞു, ഞാനൊരു 3 ഇയേഴ്സോളം ഇന്ത്യയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് UAE പോരുന്നത്. പക്ഷേ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം, എൻ്റെയൊക്കെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു മനോഭാവം, ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അന്നത്തെയും ഇന്നത്തെയും വെച്ച് നോക്കുമ്പോൾ. എന്താ പറയുക, നഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു വിയേർഡ് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നഴ്സിംഗ് എത്ര കൊള്ളില്ലാത്തൊരു ജോലിയാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് എന്തോ ഒരു മോശകരമായ ജോലിയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു ഗ്രാജുവൽ
ഒരു വളർച്ചയായിരുന്നില്ല നഴ്സിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ഒരു സഡൻ ഗ്രോ അപ്പ് ആയിരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം അത്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ നഴ്സിംഗ് ഫീൽഡിൽ, ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ നഴ്സിംഗ് ഫീൽഡിന് വളരെ ഒരു വളർച്ച തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് കണ്ട് ഇതായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ്സ് ആക്ച്വലി ഒരു നോർമൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നുള്ള ലെവലിൽ നിന്നിരുന്നൊരു സാധനം പെട്ടെന്ന് ഭയങ്കര ഹൈപ്പായി. എല്ലാ രാജ്യങ്ങളിലും നഴ്സുമാർ ഡിമാൻഡായി. അതുപോലെ കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ നമുക്കറിയാം ഒത്തിരി നഴ്സസിനെ പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ്, അതായത് ഓരോ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് പ്രത്യേക എക്സാംസ് ഉണ്ട്, അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം. പക്ഷേ ആ ഒരു പാൻഡമിക് ടൈമിൽ ആക്ച്വലി അവർക്ക് ഒരുപാട് നഴ്സസിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് അവർക്ക് എന്താ പറയുക റിക്വയർമെൻറ്റ്സ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ മമ്മിയുടെ പപ്പാടും ഭയങ്കര ടൈംഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് ഞാൻ മറ്റേതൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതായത് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പപ്പായും അമ്മയോട് പറഞ്ഞു ഇല്ല ഡിഗ്രിക്ക് എന്തായാലും വിടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമാണ് എനിക്കുള്ളത്. ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റിയത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ബിക്കോസ് എനിക്കറിയാം ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജോലി തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലിയെ സെക്യൂർ ആക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് +2 പഠിച്ച് കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ പേരൻസും നഴ്സിങ്ങിന് വിടണോ വേണ്ടയോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലിരിക്കുന്ന പേരൻസ് ആണെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ ഞാൻ പറയും. അതായത് നഴ്സിങ്ങിന് ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിമാൻഡ്സ് കൂടുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും കുറയുന്നില്ല അല്ലേ. ആ ഒരു 2018 അല്ലെങ്കിൽ 2015 ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ 10 years കഴിഞ്ഞ് 2025 എത്തി നിൽക്കുമ്പോൾ. അതായത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എസ്പെഷ്യലി ഇന്ത്യൻ നേഴ്സസിനെ അവർ ഒത്തിരി ആവശ്യം ഉണ്ടവർക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സസിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ജോലി ഇല്ലാണ്ടാവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി നേഴ്സസിന് വളരെ ലോ സാലറിയാണ്. അതിപ്പോഴും സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു പരിധി വരെയും സേഫ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. സോ ദാറ്റ്സ് വാട്ട് വി ആർ മൈഗ്രേറ്റിംഗ് ടു അതർ കൺട്രീസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ ഒരു ബെറ്റർ ലൈഫ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കരിയർ ഗ്രോത്ത്, അങ്ങനെ എല്ലാ രീതിയിലും നമുക്കൊരു നല്ലൊരിതാണ്. അല്ല ഇപ്പോഴത്തെ കാലത്ത് നേഴ്സസിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ എന്താ പറയുക അവരൊരു ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഉറപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നേഴ്സ് ആണെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ റെഡിയാണ്. ബിക്കോസ് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ. അതായത് നേഴ്സസിന് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് അവർക്ക് ഏത് രാജ്യങ്ങളിലേക്ക് വേണമെങ്കിലും പോകാം, എവിടെ ചെന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം, നല്ല ഹൈ സാലറി ഉണ്ടാവും, ബെറ്റർ ലൈഫ് ഉണ്ടാവും. പിന്നെ നമുക്കറിയാം ഓഫ് കോഴ്സ് നേഴ്സസിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ പല രാജ്യങ്ങളിലേക്കും മറ്റൊരു പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിനേക്കാട്ടിലും വളരെ ഈസി ആയിട്ട് തന്നെ നഴ്സുമാർക്ക് പോകാനായിട്ടും പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ നമുക്ക് ഓരോ രാജ്യങ്ങളിലും ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്യുക തന്നെ വേണം. പറയുമ്പോൾ നേഴ്സാണ് പോകാം എന്നല്ല, പക്ഷേ നമ്മൾ അതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതണം. പക്ഷേ വി ഹാവ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് കുട്ടികൾ ചോദിച്ചായിരുന്നു ചേച്ചി എങ്ങനെയാണ് നമുക്ക് ലോൺ പൈസ കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും നമുക്കത് പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നുകൊണ്ട് എനിക്കറിയില്ല എന്താകുന്നത്. കാരണം 2016-17 സമയത്തൊക്കെ ആയിരുന്നു ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയിട്ട് എന്താണെങ്കിലും നമുക്ക് നാട്ടിലത്തെ സാലറി കൊണ്ട് ഒരിക്കലും എന്താ പറയുക ലോൺ അടച്ചു തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നഴ്സിങ്ങിന് 4 years ആണ് നമ്മൾ നഴ്സിംഗ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ബാങ്ക് നമുക്കൊരു 1 year ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് തന്നെയായിരിക്കും 1 year ഉണ്ടാവുക. ആ 1 year കഴിയുമ്പോൾ തൊട്ടാണ് പിന്നെ നമുക്ക് പലിശ കയറി വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ലോണൊക്കെ അടച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നഴ്സിങ്ങിന് വിടണോ വേണ്ടയോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന പേരൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടോളൂ. നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ഇഷ്ടത്തോടു കൂടി തന്നെ
ആ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയിക്കൊള്ളുക. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയും തന്നെ ഉള്ളൂ. നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ മനസ്സിലുണ്ട്, പോകണോ വീഴണോ, അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ചാൻസ് കുറഞ്ഞോ, നേരത്തെ ഒരു ഹൈപ്പ് ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് തോന്നുന്നവർക്ക് ഉറപ്പായിട്ടും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് നഴ്സിംഗ്. നമുക്കറിയാം ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗങ്ങളും കാര്യങ്ങളും ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന രോഗങ്ങളല്ല, അതിൻ്റെ ഒരു കുറേ ഇരട്ടി രോഗങ്ങളാണ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അത് നല്ലതാണ് എന്നല്ല, പക്ഷേ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സെക്ടറിന് ഡിമാൻഡ്സ് കൂടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജോലി ഇല്ലാണ്ടാവുമെന്ന് പേടിക്കണ്ട. അതുകൊണ്ട് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു സെക്യൂർ ആയിട്ടുള്ള നല്ല കരിയർ സെലക്ഷൻ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ +2 ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. പേരൻസിനും അതുപോലെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും, നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആണെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൂടെ താഴെ ലിങ്ക് ചെയ്തേക്കാം. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ലൈക്ക് എന്തെങ്കിലും അങ്ങനെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ തന്നോളാം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞ സെയിം കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.